സഹൃദയരെ, വിശ്വാസ ജീവിതം പുതിയ പുറപ്പാടിൻ്റേതാണ്. പിറന്നു വീണ മണ്ണും പ്രിയപ്പെട്ടവരെയും വിട്ട് ഭക്ഷണവും വസ്ത്രവും ജീവിത സൗകര്യങ്ങളും തേടിയുള്ള ഉപജീവനത്തിൻ്റെ പുറപ്പാടുകളിൽ നാം നെഞ്ചോട് ചേർത്ത് വെച്ച ഒന്നുണ്ട്: ഒരു മാർത്തോമാക്കാരനാണെന്ന അഭിമാനബോധം. സത്യവിശ്വാസത്തിനായി നിലകൊണ്ട നമ്മുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. പുതിയ തലമുറയ്ക്കായി വിശ്വാസത്തിൻ്റെ നിറവുള്ള പുതിയ ഭാവി സ്വപ്നം കണ്ടവരാണ് അവർ. ഈ വിശ്വാസത്തിൻ്റെ നിറവ് അനേകരിലേക്ക് പകരുവാൻ ഓരോ ക്രിസ്തു വിശ്വാസിക്കും കടമയുണ്ട്. നമ്മുടെ കടമകളും വിളിയും നിയോഗവും വിശ്വാസ വഴികളും ഇനിയും മറന്നുപോയവരുടെ മുമ്പിൽ ഈ ലഘുനാടകം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാം ഒരു പുതിയ നിയമം തുറക്കുകയാണ്. നാടകം ആരംഭിക്കുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. പുറപ്പാടിൻ്റെ പുതിയ നിയമം. എന്തൊരു കാറ്റ്! ബർത്തലോമിയോ, ആ വാതിലിന്റെ കുറ്റിയൊന്നിടൂ. നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് സമാധാനം. ഭയപ്പെടേണ്ട. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. കർത്താവ് കല്ലറയിലില്ലെന്നും അവൻ ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ശൂന്യമായ കല്ലറയിൽ അവനെ പൊതിഞ്ഞ ശവക്കച്ച ഞാൻ നിങ്ങളെ കാണിച്ചതല്ലേ? എന്നിട്ടും ഇപ്പോൾ വിശ്വാസമായല്ലോ. മഗ്ദലക്കാരത്തി മറിയ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയ്ക്കങ്ങ് വിശ്വസിച്ചില്ല. നീ മാത്രമല്ല, കൂട്ടത്തിലൊരു വലിയ താർക്കികനുണ്ടല്ലോ, തോമസ്. അവനെവിടെ? ശരിയാണല്ലോ, ചുറ്റും ശത്രുക്കളുള്ളപ്പോൾ അവൻ എവിടെയാണ് ഇറങ്ങിപ്പോയത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൂട്ടത്തിൽ ഒരാളെയെങ്കിലും അവർ പിടിച്ചാൽ ഈ സ്ഥലം കണ്ടെത്തുവാൻ അവർക്കധികം ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. ഓരോ ദിവസവും പേടിയോടെയാണ് കഴിയുന്നത്. എനിക്ക് പേടിയാവുന്നു. ഒരുത്തിനെയെങ്കിലും പുറത്തു കണ്ടാൽ അവർ എല്ലാവരെയും കൊല്ലും. ഈ തോമസിന് ഭയമില്ലേ? ആരാണത്? ഞാനാണ്, തോമസ്. ഞങ്ങളെല്ലാവരും പേടിച്ചു കഴിയുകയാണ്. നീ മാത്രം ഇങ്ങനെ കൂസല്ലാതെ നടന്നാൽ എല്ലാവർക്കും ആപത്താണെന്ന് ഓർക്കണം. അല്പം ആഹാര സാധനങ്ങൾ കിട്ടുമോയെന്നറിയാൻ പുറത്തു പോയതാണ്. ചുറ്റും റോമ പട്ടാളക്കാരാണ്. നസറേത്തിലെ തച്ചൻ്റെ മകൻ യേശുവിനെ വകവരുത്തിയതുപോലെ അവൻ്റെ കൂടെ നടക്കുന്നവരെയും വകവരുത്തുമെന്നാണ് മഹാപുരോഹിതന്മാരുടെ ഭീഷണി. ഞങ്ങൾ കർത്താവിനെ കണ്ടു. എങ്ങനെ? എവിടെ വച്ച്? അല്പനേരം മുമ്പ് ഞങ്ങളുടെ ഇടയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. ഞങ്ങളോട് സംസാരിച്ചു. കൊള്ളാം, നല്ല തമാശ. നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കാം. കളി പറയാൻ കണ്ട നേരം. അവൻ കളി പറഞ്ഞതല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ വന്നു. അവൻ പകർന്നു തന്ന ബലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇല്ല, ഞാൻ വിശ്വസിക്കുകയില്ല. അങ്ങനെയെങ്കിൽ അവൻ്റെ കൈകാലുകളിൽ മുറിവുകളുണ്ടോ? അവൻ്റെ വിലാപ്പുറം തുളച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അവൻ മുറിവേറ്റ കരങ്ങളും കുത്തിത്തുളയ്ക്കപ്പെട്ട വിലാപ്പുറവും
ഞങ്ങളെ കാണിച്ചു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവന്റെ ആണിപ്പഴുതുകളിൽ വിരലിട്ടും വിലാപ്പുറത്ത് കൈ കടത്തിയും മുറിവുകളെ തൊട്ടറിഞ്ഞിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങൾക്ക് സമാധാനം. തോമസേ, ഇതാ എൻ്റെ മുറിവുകൾ. നിന്റെ വിരൽ നീട്ടി എൻ്റെ മുറിവിനെ തൊടുക. ഇതാ എൻ്റെ വിലാപ്പുറം. നിന്റെ കൈ നീട്ടി ഇവിടെ പരിശോധിക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നോട് ക്ഷമിക്കണമേ. തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ചില നാളുകൾക്കു ശേഷം പടകും വലയും വിട്ടുകളഞ്ഞ പത്രോസ് തൻ്റെ പഴയ തൊഴിലിലേക്ക് മടങ്ങുന്നു. ബാക്കി ശിഷ്യന്മാരും മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ഗലീല കടൽ തീരത്തെ ഒരു സായാഹ്നം. മീൻ പിടിക്കാൻ ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഞാനും വരുന്നുവെന്ന് പറഞ്ഞ് പുറപ്പെട്ടിട്ട് തോമസേ, നീ ഇപ്പോൾ എന്താണ് ആലോചിക്കുന്നത്? എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. മനുഷ്യരെ പിടിക്കുവാൻ ഗുരു നമ്മെ വിളിച്ചിട്ട് പിന്നെയും പഴയ പണിയിലേക്ക്. വേണ്ടായിരുന്നു. ഇതായിരുന്നോ നമ്മുടെ വിളിയും നിയോഗവും? ഇവിടെ ആരും നിയോഗം മറന്നു വന്നവരല്ല. ഗുരു നമ്മെ വിട്ടുപോയി. ഇനി ആഹാരത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ അധ്വാനിക്കണം. അല്ലെങ്കിലും ഏത് കാര്യത്തിലും സംശയത്തോടെ മാത്രമല്ലേ അവൻ കണ്ടിട്ടുള്ളൂ. കുറ്റപ്പെടുത്താനും ന്യായവാദം പറയാനും എല്ലാവർക്കും എളുപ്പമാണ്. എന്തെങ്കിലും ജോലി ചെയ്യാതെ വിശപ്പടങ്ങില്ല. എനിക്കറിയാവുന്ന ജോലി ഇതാണ്, അത് ഞാൻ ചെയ്യും. എന്തായാലും പിടിക്കപ്പെടും. മരണം ഉറപ്പാണ്. അങ്ങനെ പട്ടിണി കിടന്ന് മരിക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സമാധാനത്തോടെ ഈ ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാമെന്ന്? ഗതസമനയിൽ ഗുരുവിനെ വിട്ടിട്ട് ഓടി മറിഞ്ഞവരാണ് നമ്മൾ. എന്നിട്ടും ഗുരു നമ്മെ തേടി വന്നു. ഒപ്പം നടക്കാമെന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ മരണത്തിന് വിട്ടുകൊടുത്തവരാണ് നമ്മൾ. എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. അവനോടൊപ്പം നാം കഴിച്ച അവസാനത്തെ അത്താഴവും ഗതസമരയും ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാൾ അവനെ ഒറ്റിയപ്പോൾ അവനെ കുറ്റപ്പെടുത്തിയവരാണ് നാം. അത് മറക്കണ്ട. അവസാനം നമ്മൾ ചെയ്തതോ അതിലും കൊടിയ വഞ്ചനയായിരുന്നു. ദാ ഈ നദനയെ. ഇവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല. ഇവന് വേണമെങ്കിൽ ഓടിമറയാം. പക്ഷേ നാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളെപ്പോലെ 12 ശിഷ്യന്മാരിൽ ഒരാളായി ഗുരു എന്നെ വിളിച്ചതൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. കർത്താവ് തൻ്റെ ജീവനേക്കാൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. എന്നെയും ഈ യോഹന്നാനെയും ഞങ്ങളുടെ അപ്പൻ സെബദിയുടെ അരികിൽ നിന്നാണ് ഗുരു വിളിച്ചുകൊണ്ടുപോകുന്നത്. അപ്പോഴൊക്കെ അവൻ അരികിലുണ്ടെന്ന ധൈര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആരുമില്ലെന്നുള്ളൊരു തോന്നൽ എന്നെ വേട്ടയാടുന്നു. കാനായിലെ കൽഭരണികളിൽ അവൻ അത്ഭുതം നിറച്ചപ്പോൾ ഒരു കൗതുകത്തിനായി അവനെ അനുഗമിച്ചതാണ് ഞാൻ. അന്നു മുതൽ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഞാൻ അറിഞ്ഞു.
സത്യത്തിൽ അവൻ അരികെയുള്ളപ്പോൾ ആ സ്നേഹം തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞില്ല. കർത്താവ് നമുക്ക് ആരായിരുന്നുവെന്ന് ചിന്തിക്കുമ്പോഴാണ് ഹൃദയം തകരുന്നത്. ഒരു നല്ല സ്നേഹിതൻ, കൂടപ്പിറപ്പ്, ഗുരുനാഥൻ, ചിലപ്പോഴൊക്കെ വിപ്ലവകാരി, ചിലപ്പോൾ നിതാന്ത മൗനം. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അവൻ്റെ അരികിൽ വന്ന രോഗികൾ സുഖപ്പെട്ടു, മരിച്ചവർ ഉയിർത്തെഴുന്നേറ്റു, പാപികൾ മാനസാന്തരപ്പെട്ടു. ഇങ്ങനെയൊരു നേതാവിനെ ഇതിനു മുമ്പേ ആരും കണ്ടിട്ടില്ല. ഈ കടലിന്റെ ആഴങ്ങളിൽ എന്റെ കൈപിടിക്കുവാൻ ഇറങ്ങി വന്നവൻ, ഓ, എന്നിട്ടും ഞാൻ അവനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞുവല്ലോ. നിങ്ങളൊക്കെ നോക്കുമ്പോൾ തോമസ് എന്ന ഞാൻ, വിശ്വാസമില്ലാത്തവൻ, സംശയാലു, കർത്താവിൻ്റെ മുറിപ്പാടുകളെ നോവിക്കാനിറങ്ങിയവൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയുള്ളവനാണെന്ന്? നിങ്ങൾ അവനെ കണ്ടിട്ടും കാണാൻ കഴിയാത്തതിൻ്റെ സങ്കടമായിരുന്നു എനിക്ക്. ഒടുവിൽ എന്നെ മാത്രം തേടി കർത്താവ് വീണ്ടും വന്നു. എന്താ ശീമോനെ, ആരെക്കുറിച്ചാണ് നിങ്ങളുടെ ഈ സംഭാഷണം? മനസ്സിലായില്ലേ? അവർ അവരുടെ ഗുരുവായ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഗലീല കടൽ തീരത്ത് നമ്മളിൽ ഒരാളായി യേശു ജീവിച്ചത് നീ മറന്നോ? യേശുവിനെ എങ്ങനെ മറക്കാൻ കഴിയും? കള്ളന്മാരെ കൊന്നതുപോലെയല്ലേ അവർ അവനെ കൊന്നത്? നീ അറിഞ്ഞില്ലേ? അവൻ ഉയർത്തെഴുന്നേറ്റു. ശീമോനും കൂട്ടരും അവനെ കണ്ടു. മഗ്ദലക്കാരി മറിയത്തെ ഓർമ്മയുണ്ടോ? അവളാണ് കർത്താവിനെ ആദ്യം കണ്ടത്. ശീമോനെ, ഇത് സത്യമാണോ? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? ഞങ്ങൾ സ്ത്രീകൾക്ക് അവൻ പറഞ്ഞു തന്ന വചനം, പകുത്തു നൽകിയ വിശ്വാസം വലിയതായിരുന്നു. ഈ വിശ്വാസത്തിന്റെ തികവുള്ളവരായി ഈ ലോകം മുഴുവൻ പോകുവാൻ നിങ്ങൾക്ക് കഴിയണം. ഞങ്ങൾ അമ്മമാരുടെ പ്രാർത്ഥനയാണത്. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കണം. അമ്മേ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. യാക്കോബേ, യോഹന്നാനെ, ശീമോനെ, ഞാൻ ഈ ഗലീല തീരം വിട്ടു പുറപ്പെടുകയാണ്. ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരാത്ത ഒരു പുറപ്പാട്. വരും തലമുറയ്ക്ക് വിശ്വാസം പകരുവാനുള്ള യാത്രയാണിത്. അങ്ങനെയെങ്കിൽ ഈ ഗലീല കടൽ തീരം സാക്ഷിയാക്കി ഞാൻ പറയുന്നു, സുവിശേഷവുമായി ഞാനും ഇറങ്ങുകയാണ്. ഗുരു പറഞ്ഞതുപോലെ യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകമെമ്പാടും അവൻ്റെ സാക്ഷികളാകാൻ. കിഴക്കുനാട്ടിൽ നിന്ന് സുഗന്ധവ്യഞ്ജനവുമായി ഇന്ത്യക്കാരുടെ ഒരു പായ്ക്കപ്പൽ വന്നിട്ടുണ്ട്. അത് മടങ്ങുമ്പോൾ ഞാൻ കിഴക്കോട്ട് പുറപ്പെടുകയാണ്. പടിഞ്ഞാറൻ നാടുകളിൽ ഞങ്ങൾ സുവിശേഷം പറയുന്നു. കൂട്ടരെ, അതിനൊരുക്കമല്ലേ? അതെ, തെക്കോട്ടും വടക്കോട്ടും ചെന്നെത്താവുന്ന എല്ലായിടങ്ങളിലും വിശ്വാസം പകരപ്പെടണം. ക്രിസ്തു സ്നേഹത്തിന്റെ പ്രചാരകരായി ഞങ്ങളും പോവുകയാണ്. ഈ പുറപ്പാടുകൾ എവിടെ അവസാനിക്കുമെന്നറിയില്ല. അതെ, ഇവിടെ ഈ ഗലീല തീരത്ത് വെച്ചാണ് നമ്മെ അവൻ വിളിച്ചത്. ഈ തീരം സാക്ഷിയാക്കി ഇവിടെ നിന്നും നമുക്ക് പുറപ്പെടാം. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം പറയാം. ക്രിസ്തു വിശ്വാസത്താൽ നിറയപ്പെട്ട ശിഷ്യന്മാർ യേശു ക്രിസ്തു ആദ്യം അവരെ കണ്ടെത്തിയ ഗലീല കടപ്പുറത്തു നിന്നും വിവിധ ദിക്കുകളിലേക്ക് സുവിശേഷം അറിയിക്കാനായി പുറപ്പെട്ടു. വിശുദ്ധ തോമസ് AD 52 മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ തീരത്ത് കപ്പലിറങ്ങി. തുടർന്ന് കാണുക. പ്രഭു, ഈയിടെയായി കൊടുങ്ങല്ലൂർ തീരത്ത്
ഒരു വരത്തൻ പ്രസംഗവും അത്ഭുതങ്ങളുമൊക്കെ നടക്കുന്നുവെന്ന് തിരുമുമ്പിൽ അറിയിച്ചിരുന്നുവല്ലോ. ഞങ്ങളവനെ അങ്ങയുടെ മുമ്പാകെ കൊണ്ടുവരട്ടെ. കൊണ്ടുവരാൻ പറയൂ. ആഹാ, എന്തൊരു തേജസ്, എന്തൊരു മുഖശോഭ. അതെ, ആളൊരു ദിവ്യനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. ശരിക്കും ഒരു ദൈവദൂതനല്ലേ? ഒരു നിമിഷത്തേക്ക് എന്റെ കാഴ്ച അങ്ങോട്ട് മങ്ങിപ്പോയി. അമ്പുനായരെ, നമ്മ കേട്ടതൊക്കെ ശരിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താ പേര്? തിരുമേനി, ആളിനെ കുറിച്ച് നാം ധാരാളം കേട്ടിരിക്കണു. അധികം മിണ്ടാട്ടമില്ലാത്ത ഒരു പരമദിവ്യൻ. അത്ഭുതങ്ങളാണ് അധികവും. ഇടയ്ക്കൊക്കെ നസ്രായൻ എന്നോ ക്രിസ്തുവെന്നോ ഒക്കെ ഉച്ചരിക്കണുണ്ട്. അങ്ങ് മിണ്ടാതിരിക്കൂ. താങ്കളുടെ പേര് പറയൂ. തോമസ്. എന്താ തൊഴിൽ? മലഞ്ചരക്കാണോ? അല്ല, അതിനേക്കാൾ മഹത്തരമായ ഒരു ജോലിയാണ്. പറയൂ, ഈ മഹത്തരമായ ജോലി എന്താണെന്ന് നാമും കേൾക്കട്ടെ. നസറായനായ ക്രിസ്തുവിൻ്റെ നാമം പറയുക. അവൻ്റെ അത്ഭുതങ്ങൾ എല്ലാവരെയും അറിയിക്കുക. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഉറക്കെ വിളിച്ചു പറയുക. താങ്കൾ ഒറ്റയ്ക്കാണ്? അല്ല, എൻ്റെ ഗുരുവും കർത്താവുമായവൻ ആത്മാവാണ്. അവൻ അരികിലുണ്ട്. തിരുമേനി, ഇയാൾ പറയുന്ന ദിവ്യവചസ്സുകൾ കേൾക്കാൻ കൊടുങ്ങല്ലൂർ പുഴയുടെ തീരത്തും പാലയൂരിലുമായി ഒരുപാട് ആളുകൾ കൂടി വരുന്നുണ്ട്. അവർക്കൊക്കെ പറയാൻ ഒരുപാട് അത്ഭുത സൗഖ്യത്തിന്റെ കഥകളുമുണ്ട്. അതേ, അവരൊക്കെ നസ്രായന്റെ മാർഗം കൂടി നസ്രാണികൾ എന്നാണ് സ്വയം അറിയപ്പെടുന്നത്, അല്ലേ? ഓഹോ. ഒരു ജൂതക്കപ്പലിൽ മലഞ്ചെരുക്ക് വിൽക്കാൻ പാലസ്തീനായിൽ പോയി വന്നവരുടെ കൂട്ടത്തിൽ എത്തിയതാണ്. കപ്പൽ മടങ്ങിപ്പോയെന്നാണ് അറിഞ്ഞത്. പോകും പോകും പോകും, നിൽക്കില്ല. ചരക്കിറക്കിയാൽ അപ്പോ തന്നെ സ്ഥലം വിടും. മട്ടാഞ്ചേരിക്ക്. മേൽപ്പാടിനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനി അമ്പുനായർ പറയട്ടെ. ഇല്ല, നോമിനി ഒരു അക്ഷരം ഉരിയാടില്ല. കേട്ട കാര്യം പറഞ്ഞുവെന്നേയുള്ളൂ. നമ്മുടെ ഈ തീരത്ത് ആദ്യം ചുറ്റിത്തിരിയുന്ന വരുത്തനായ ഒരാളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. നന്മയല്ലാതെ ആളുകൾക്ക് മറ്റൊന്നും പറയാനില്ല. സഞ്ചിയും പൊക്കണവും ചെരുപ്പും ഒന്നും ഇല്ലെന്ന് കേട്ടു. ഓ, ക്രിസ്തുവിൻ്റെ മാർഗം ഐഹികമല്ല. ചെരുപ്പും പൊക്കണവും രണ്ടു വസ്ത്രവും വേണ്ട എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ വെപ്പും തീനും കുടിയൊന്നുമില്ലേ? ആളുകൾ ആഹാരമൊക്കെ ഭിക്ഷ പോലെ നൽകുന്നുണ്ട്. ചിലപ്പോ ആഴ്ചകളോളം ഉപവാസവും പ്രാർത്ഥനയുമായി മൗനവ്രതത്തിൽ തന്നെയായിരിക്കും. നാം കണ്ടിടത്തോളം ഒരു അസാധാരണ വ്യക്തിയായി ഇയാളെ മനസ്സിലാക്കുന്നു. ഹോ, ഈ മേൽപ്പാടിനെ കൊണ്ട് നാം തോറ്റു. ശരി, നിങ്ങൾ വേഗം പറയൂ. നമ്മുടെ അനന്തരവൻ ക്ഷേത്രക്കുളത്തിൽ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ഇയാൾ ഒരു അത്ഭുതം കാണിച്ചു. ഓഹോ, കേൾക്കട്ടെ. സൂര്യ നമസ്കാരം നോക്കിക്കൊണ്ടിരുന്ന ഇയാൾ അല്പം കഴിഞ്ഞ് കുളത്തിലേക്ക് ഇറങ്ങി. വെള്ളം മുകളിലേക്ക് എറിഞ്ഞതും അത് പൂക്കളായി സ്വർഗത്തേക്ക് കയറിപ്പോയി. ഹേയ്, ചില ബ്രാഹ്മണ കുടുംബങ്ങളെ ഇയാളുടെ വചനത്തിൽ വിശ്വസിച്ച് പുഴയിൽ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടേ. ഇയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് അറിയിക്കുവാൻ നാടുവാഴി ചേരമാൻ പെരുമാളിന് കുറിമാനം കൊടുത്തു വിട്ടിട്ടുണ്ട്. മറുപടിയുമായി സേവകൻ ഉടനെ എങ്ങെത്തും. നസ്രാണികൾക്ക് ഞായറാഴ്ച
ഒരു വിശുദ്ധ ദിവസമാണെന്നും പറഞ്ഞ് ക്രിസ്തുവിനെ ആരാധിക്കാൻ പള്ളികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. തിരുമനസേ, നാടുവാഴും ചേരമാൻ പെരുമാൾ അവർകൾ അങ്ങേക്ക് തന്നുവിട്ട കുറിമാനമാണിത്. എടോ കേളുനായരെ, താനതൊന്ന് വായിക്കൂ. കൊടുങ്ങല്ലൂർ വാഴും ശ്രീ വീരരാഘവ ചക്രവർത്തി അവർക്ക് മീനമാസം 21-ാം തീയതി രോഹിണി നാളിൽ എഴുതുന്നത് പാലസ്തീനിൽ നിന്നും ജൂതക്കപ്പലിൽ വന്നിറങ്ങിയ തോമ എന്ന നസ്രാണി, പാലസ്തീനിൽ ജൂതനായി പിറന്ന നസ്രായൻ എന്ന ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനാണെന്ന് നാം അറിഞ്ഞ സത്യമാണ്. ക്രിസ്തു ശിഷ്യന്മാർ ലോകമെമ്പാടും ദൈവപുത്രന്റെ വചനവുമായി യാത്ര തിരിച്ചിരിക്കുന്നു. തോമ ഒരു വിശുദ്ധനാണെന്ന് ഇൻഡോ പാർത്തിയൻ ചക്രവർത്തി ഗോണ്ടാഫോറസും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ തോമയെ യഥോചിതം സ്വീകരിച്ചാദരിച്ചും പദവികൾ ചെപ്പേടുകളായി കൽപ്പിച്ചു നൽകുന്നതും ഉത്തമമായിരിക്കും. ക്രിസ്തുവിശ്വാസം ദേശവാസികൾ അറിയുന്നതിന് ആശങ്ക വേണ്ട. ആവശ്യത്തിന് പള്ളികൾ തീർപ്പിച്ചു നൽകുന്നതിനും തെറ്റില്ല. ആയതിനാൽ ബ്രാഹ്മണർക്കും നായന്മാർക്കും ചേരുന്ന പദവികൾ നസ്രാണികൾക്കും നൽകേണ്ടതാണ്. ദേശം വാഴും നാടുവാഴിക്കും ദേശവാസികൾക്കും ശുഭം വരട്ടെ. മതി മതി, ആരവിടെ? അടിയൻ. ഈ വിശുദ്ധന് വേഗം താമസവും ഭക്ഷണവും ഒരുക്കൂ. വേണ്ട ചക്രവർത്തി, എൻ്റെ ഭവനം ഇവിടെയല്ല. ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന വാസസ്ഥലങ്ങളില്ല. ഈ ഭാരതദേശം മുഴുവനും ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ പോകുവാൻ അനുവദിക്കണം. പോകുകയോ? നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ ആതിഥ്യം സ്വീകരിക്കാതെ പോവുകയോ? കർത്താവിൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം വെള്ളം കൊടുത്താൽ കൊടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് പോകരുത്. എന്റെ മകനെ കാണാതെ പോകരുതേ. അവനെ കൊണ്ടുവരട്ടെ. കർത്താവേ, അവിടുന്ന് അനേക കുരുടർക്ക് കാഴ്ച നൽകിയതുപോലെ ഇവനെയും സൗഖ്യമാക്കണമേ. എനിക്ക് കാണാം അച്ഛാ, എനിക്ക് ഇപ്പോൾ എല്ലാവരെയും കാണാം. എനിക്ക് എല്ലാം കാണാം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമാസ് ലീഹ സുവിശേഷവുമായി ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും സഞ്ചരിച്ചു. 7 പള്ളികൾ സ്ഥാപിതമായി. വിശ്വാസം പ്രചരിക്കപ്പെട്ടു. ക്രിസ്തുമാർഗം സ്വീകരിച്ചവർ ആ വിശ്വാസത്തിൻ്റെ സാക്ഷികളായി. ഒരു നാൾ കൊടുമ്പനത്തിലൂടെ പാണ്ഡ്യരാജ്യത്തേക്ക് യാത്ര ചെയ്ത സ്ലീഹ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി. ഇന്നും ജനങ്ങൾ അവൻ്റെ അപദാനങ്ങൾ പാടി സത്യവിശ്വാസത്തിൻ്റെ പ്രചാരകരാകുന്നു. മാഘചന്ദിരാ രൂപാമണിയേ, മാഘചന്ദിരാ രൂപാമണിയേ, எனது மங்கை தங்கமே மரதக மனமே, எனது மங்கை தங்கமே மரதக மனமே. മനമേനതോ
മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടി ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യയും തകതേതും മഹിമയോടരുവികളെല്ലാം ചെയ്യും മനുവിവസിത്തം ദിഗതകതകതകതിത്താം ഹൃദിത്താം ദിഗതിഗതത്താം ഹൃദിത്താതിത്താതിത്താതിമൃതത്തെ ഇന്ത്യയും തകതേതും ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി രീതിയും തകതിഗതത്തെയും തകതിത്തത്തെ തകതിഗതത്തെ ഹൃദിത്താതിത്താതിത്താതിമൃതത്തെ ഇന്ത്യയും തകതേതും വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അനജൻ തിരുമുൻപാകെ തക്കിടകിടതക തക്കിടകിടതക തക്കിടകിടതകതി തകര തകര തകരാതി തിക്കിടകിടതക തിക്കിടകിടതക തിക്കിടകിടതകതി തികര തികര തികരാതി. സഭകളും പാരമ്പര്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാൽ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ മാതാപിതാക്കൾ സത്യവചനത്തിൻ്റെ സാക്ഷികളായി. മലങ്കര മാർത്തോമാ സുറിയാനി സഭ സത്യവിശ്വാസത്തിൻ്റെ പുതിയ മുഖമായി. യുഗപ്രഭാവനായ എബ്രഹാം മാർത്തോമ ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ജനത്തെ ഒന്ന് ചിതറിക്കേണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ജനം പാശ്ചാത്യ നാടുകളിൽ കുടിയേറിപ്പാർത്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഭൂഖണ്ഡങ്ങളിൽ മാർത്തോമാ വിശ്വാസികളുടെ പുതുതലമുറകൾ പിറന്നു. Yes, I did. Have you been good girls? Yeah. Okay, let me ask Amma. എന്റെ ആഴ്ച ഇന്നും ചോക്ലേറ്റുമായിട്ടാണോ വന്നിരിക്കുന്നത്? നിങ്ങൾ ഈ ചോക്ലേറ്റ് മുഴുവൻ വാങ്ങിച്ച് ഈ പിള്ളേരെ കൊടുത്ത് പിള്ളേരെ മുഴുവൻ വഷളാക്കുന്നത്. പല്ല് കണ്ടിട്ടുണ്ടോ ഇവളുമാരുടെ? ഇനിയും കുറെ കൂടെ വാങ്ങിച്ചു കൊടുക്ക. പോട്ടെന്നേ, ഞാൻ അവരോട് വാക്ക് പറഞ്ഞതാ കഴിഞ്ഞ ആഴ്ച മേടിച്ച് തരാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഇനിയും അടുത്ത ആഴ്ച ഞാൻ പറയത്തില്ല. നീ പിണങ്ങാതെ, നീ മുത്തല്ലേ, പിണങ്ങാതെ. പിന്നെ ഞാനേ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്തുവാ വെച്ചാ? നമ്മുടെ സനോജ് അച്ഛനെ വിളിച്ചായിരുന്നു ഇന്ന് രാവിലെ. ഇങ്ങോട്ടിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ, ഇതാണ് വലിയ കാര്യം.
അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതല്ലേ? ആ ഹാർമണിയൊക്കെ അടുത്ത് വരുമല്ലേ, ചിലപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ആയിരിക്കും അച്ഛൻ വരുന്നത്. എന്തായാലും വരുമ്പോൾ നോക്കാം. ഓ മണി മണി ഹാർമണി. ആ അതെന്തേലും ആവട്ടെ. എന്തായാലും നമ്മൾ ബ്രിസ്റ്റൽ മർത്തമക്കാർക്ക് അഭിമാനിക്കാൻ ഒരു വകയുണ്ടല്ലോ. എന്തു വക? നമ്മളുടെ ഇടവക. ആ അത് ശരിയാ. ഇച്ചിരി അൽത്തുലത്തൊക്കെ ഉണ്ടെങ്കിലും നമ്മള് ആത്മീയമായിട്ട് സ്ട്രോങ് ആണ്. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു ഗമയല്ലേ. അതാണ് മോളെ ആൻസി നമ്മൾ ഈ മർത്തമക്കാരുടെ ഒരു സ്പിരിറ്റ്. ലോകത്തെവിടെയൊക്കെ നമ്മൾ ചേക്കേറിയാലും ആദ്യം അവിടെ ഒരു കൂട്ടായ്മ, അത് വളർന്ന് പിന്നെ ഒരു പള്ളി, അത് പിന്നെ അങ്ങോട്ട് വളരും. പുതുതായി വരുന്നവർക്ക് ഒരു തണലാവും, അവരും വളരും, സഭയും വളരും. ആ അത് സത്യമാട്ടോ. ഈ ടോണ്ടൻ പ്ലിമത്ത് പുതിയ കോൺഗ്രിഗേഷൻ ആവുമല്ലേ? അതെ, അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എൻ്റെ ഒരു സംശയം അതല്ല, നമ്മുടെ ഈ പിള്ളേർക്ക് ഇതുവല്ലതും അറിയാവോ? വല്ലത് മനസ്സിലാവുമോ? ഈ പുതിയ തലമുറയ്ക്ക് മാർത്തോമ്മ സഭയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ? അതൊരു സീരിയസ് സബ്ജക്റ്റ് ആണ് ആൻസി. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വഴി കാട്ടി കൊടുക്കുക, ബാക്കി ദൈവം അവരെ നടത്തും. ജേക്കബും ആൻസിയും എന്തോ സീരിയസ് ഡിസ്കഷനിലാണെന്ന് തോന്നുന്നല്ലോ. അതെ അച്ഛാ, ഞങ്ങളെ നമ്മുടെ സഭയും പുതിയ തലമുറയും എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. തീസിസ്. ആ അത് കൊള്ളാം. അതും ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ട സബ്ജക്റ്റ് ആണ്. ഞാൻ സ്വപ്നം കാണുന്നത് വിശ്വാസതയുള്ള ഒരു ഭാവിയാണ് അച്ഛാ. കാലം വല്ലാതെ മാറിയിരിക്കുന്നു. നാം ജീവിച്ച കാലത്തെ കഷ്ടപ്പാടും ദുരിതവും ഒന്നും ഈ പുതിയ തലമുറയ്ക്ക് അറിയില്ല. അതിനവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. ശരിയാണ്, അവർ കണ്ണു തുറന്ന് കണ്ടതൊക്കെ സുഖസൗകര്യങ്ങളാണ്. പക്ഷേ വിശ്വാസം എവിടെയോ നഷ്ടപ്പെടുന്നത് പോലെ ഒരു തോന്നൽ. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി നമ്മുടെ മാതാപിതാക്കൾ കാത്തു സൂക്ഷിച്ച ക്രിസ്തീയ വിശ്വാസം അതിൻ്റെ തനിമയോടുകൂടി അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ ഇന്നത്തെ യുവജനങ്ങൾക്ക് കഴിയുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അച്ഛാ? ആ അറിയില്ല. അത് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരും അച്ഛാ. കേരളീയ സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്ത നമ്മുടെ മർത്തോമ സഭ ഇന്ന് വളർന്ന് ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവീൻ എന്നാണല്ലോ ക്രിസ്തുവിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ജേക്കബിന് അറിയുമോ, മലങ്കര സഭയിൽ കടന്നുകൂടിയ ദുരാചാരങ്ങൾ തുളച്ചുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും അബ്രഹാം മൽപ്പാൻ തുടങ്ങി വെച്ച ഈ കൊച്ചു സഭ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പിതാക്കന്മാരുടെ ദർശനങ്ങൾ അത് ദൈവികവും കൃത്യതയും ഉള്ളതായിരുന്നു എന്നതാണ്. ആ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുൻപോട്ടുള്ള യാത്രയിൽ നമ്മുടെ മക്കൾക്ക് വഴികാട്ടിയും മാതൃകയുമാകുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. മാർത്തോമ സഭയിൽ ഒത്തിരി ഓർഗനൈസേഷൻസ് രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ സംഘടനയും രൂപീകരിച്ചത് സഭയിലെ ജനങ്ങൾ ആത്മീയമായി വളരുന്നതിനും ഒരു ഒത്തൊരുമ ഉണ്ടാകാനുമാണ്. ഇതിലെല്ലാം നാം പങ്കെടുക്കുകയും നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുകയും ചെയ്താൽ മാത്രമേ അതിന് സാധിക്കൂ. ഇതിനൊക്കെ സമയം കണ്ടെത്തി പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. ശരിയാ, സമയം അതൊരു വിഷയമാണ്. എന്നാലും അത് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. പതിവായുള്ള കുടുംബ പ്രാർത്ഥനയും കൂട്ടായ്മകളും എല്ലാ ഞായറാഴ്ചയുമുള്ള വിശുദ്ധ കുർബാന അനുഷ്ഠാനവുമാണ് നമ്മുടെ ജീവന്റെയും ജീവിതത്തിന്റെയും ആധാരം. അബ്രഹാം മൽപ്പാൻ തുടങ്ങിവെച്ച ഈ നവീകരണ സുവിശേഷത്തിന്റെ ദീപശിഖ അണയാതെ തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം.
പ്രിയരെ, കാലം കരുതി വച്ചിരിക്കുന്ന പുതിയ തലമുറയ്ക്കായി വിശ്വാസത്തിൻ്റെ ഒരു തിരുനാളം കത്തിച്ചു വയ്ക്കുകയാണ്. ഇതിൽ നിന്നും അനേകർ വെളിച്ചം പകരട്ടെ. ഒടുവിൽ ഒരു ജ്വാലയായി, വിശ്വാസത്തിൻ്റെ തീജ്വാലയായി തീരട്ടെ. ആ വെളിച്ചത്തിൽ യുവതകൾ ഉണരട്ടെ. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ നിന്നും നീ ആഹാരം ഉളവാക്കുന്നവനല്ലോ. ഇത് ഞാൻ നിങ്ങൾക്കായി നൽകുന്ന എന്റെ ശരീരം. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. സഹൃദയരെ, ഇവിടെ ഒരു പുതിയ നിയമം എഴുതുകയാണ് നാം. പുതിയ ആകാശവും പുതിയ ഭൂമിയും തേടി വിശ്വാസത്തികവുള്ള പുതുഭാവിക്കായുള്ള പുറപ്പാടിൻ്റെ പുതിയ നിയമം. കളിമണ്ണാണ് നാം. കർത്താവ് നമ്മെ മെനഞ്ഞെടുക്കട്ടെ. നമുക്ക് പുതിയ രൂപവും പുതിയ ഭാവവും നൽകട്ടെ. നമുക്ക് നമ്മെ തന്നെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കാം.